നമസ്കാരം പ്രിയ സ്നേഹിതരെ, NRFM ജംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു മാസത്തെ നാട്ടിലത്തെ ലീവിന് ശേഷം ഞങ്ങൾ തിരിച്ച് ദുബായ്ക്ക് പോവാണ്. അഡോണിയും ഞാനും ജസീനയും കൂടിയാണ് പോകുന്നത്. കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദുബായിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. വിമാനം ഏകദേശം ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡോണിയ അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. വിമാനം റൺവേയിലൂടെ മുമ്പോട്ട് കുതിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പറന്നുയരും. അതിനുവേണ്ടി കേരളത്തിലെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പിന്നിലാക്കി ആകാശത്തേക്ക് പറന്നുയരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഉള്ള താഴേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ചെറിയ വിൻഡോയിൽ കൂടെ താഴേക്കുള്ള കാഴ്ച. കുറേ സമയം വിമാനം പറന്നതിന് ശേഷം നമ്മളിപ്പോൾ ദുബായ് ലാൻഡ് ടെറിട്ടറിയിലേക്ക് വിമാനം എത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നാട്ടിലേക്ക് പോകുന്ന അത്രയ്ക്കും ഒരു സുഖകരമായ സംഭവമല്ല തിരിച്ച് വരിക എന്നുള്ളത്. പ്രവാസികളായ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്കാണ് വിസിറ്റ് നമുക്കുള്ളത്. കാരണം ഒരു വർഷമൊക്കെ ഇവിടെ പ്രവാസ ലോകത്ത് നിന്നിട്ട് നമ്മൾ പിന്നെ ഒരു മാസത്തേക്കാണ് ശരിക്കും നാട്ടിൽ പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ വിസിറ്റിൽ പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ്. ഇപ്രാവശ്യത്തെ വർക്ക് ഫ്രം ഹോം ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ലീവ് ഒട്ടും ഒരു സുഖകരമായിരുന്നില്ല. ജസീനയ്ക്ക് മുഴുവൻ ലീവ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് എവിടെയും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വെക്കേഷൻ ശരിക്കും ഒരു വെക്കേഷൻ ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ ജോലിയായിട്ട് മുൻപോട്ട് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ വിമാനം ഇങ്ങനെ ദുബായ് മരുഭൂമിയുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വെറും മരുഭൂമിയായി കിടന്നൊരു സ്ഥലത്തിനെ ഇതേപോലെ മാറ്റിയെടുക്കണമെങ്കിൽ അവിടെയുള്ള ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണം നമ്മൾ ശരിക്കും അഭിനന്ദിച്ചേ മതിയാവും. കണ്ടോ, വെറും മരുഭൂമിയാണ്. വെറും മരുഭൂമിയിലാണ് ഇത്രയും സംഭവങ്ങൾ അവർ കെട്ടിപ്പടുക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള കഥകളും പറഞ്ഞ് ജസീനയും അഡോണിയും വിമാനത്തിനകത്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ വിങ്സ് ഉണ്ടല്ലോ, അതാ ചിറകുകളിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ മൂലമാണ് ഈ വിമാനം താഴുകയും പൊന്തുകയും അതേപോലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഈ വീഡിയോയിലുടനീളം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിങ്സിൽ വിമാനത്തിൻ്റെ ചിറകിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ഈ ചിറകിന് വരുന്ന ഭാവവ്യത്യാസങ്ങൾ. മരുഭൂമി കൂടെ പോകുന്ന വീഡിയോ ആണ് ഞാൻ അധികം എടുത്തത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പൊന്തിയപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പം കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. കാരണം നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ആ ഒരു ഇമോഷണൽ സംഭവങ്ങളുടെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഒരു വീഡിയോ എടുത്ത് കളയാന്നുള്ള രീതിയിലാണ് അങ്ങനെ ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. നാട്ടിൽ നിന്ന് ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പൊന്തുന്ന ആ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പൊന്തിയപ്പോൾ തന്നെ. പക്ഷേ നമ്മുടെ ഒരു മാനസികാവസ്ഥയാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. മനസ്സ് നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്രയ്ക്കും സന്തോഷകരമല്ല പ്രവാസ ലോകത്തേക്ക് വരുമ്പോഴേ. അതുകൊണ്ടൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഈ 4 മണിക്കൂർ ഇതിനകത്തിരുന്ന് മടുത്ത്. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ക്യാമറ എടുത്ത് പുറത്തത്തെ കാഴ്ചകൾ പകർത്തുന്നത്. അങ്ങനെ ഒപ്പം തന്നെ അഡോണിയും ജസ്റ്റിനും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അഡോണി അതിൻ്റെ ഇടയ്ക്ക് ചില പിടിവാശികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ആൾക്ക് ഫുൾ ടൈം എൻ്റർടൈൻഡ് ആവണം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ പരിപാടികൾ. ഈ ഫ്ലൈറ്റ് യാത്രയിൽ നമുക്കങ്ങനെ വെറുതെ ഇരിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ. വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഇങ്ങനെ എവിടെ പോയാലും നല്ല ഓടി ചാടി തുള്ളിക്കളിച്ച് നടക്കണം. വിമാനത്തിനടുത്ത് തുള്ളിക്കളിക്കാൻ പോയാൽ അവസ്ഥ അറിയാലോ. അങ്ങനെ നമ്മൾ ദുബായിയുടെ നഗരഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, മരുഭൂമികളൊക്കെ മാറിയിട്ട് നല്ല നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളും സിറ്റി സെറ്റപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബുർജ് ഖലീഫ ഉയർന്നു നിൽക്കുന്നതായി കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്നറിയില്ല. ഈ വിങ്സിൻ്റെ ചിറകിൻ്റെ നേരെ നോക്കുവാണെങ്കിൽ അങ്ങ് ബുർജ് ഖലീഫ ഉയർന്നു നിൽക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം വിമാനം ലാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷിദിയ മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്. റാഷിദിയ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്നാണ് ഇന്ന് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി അങ്ങനെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മുടെ ഇൻഡിഗോ വിമാനം വന്നിറങ്ങുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്ന നോക്കിയോ, അതിൻ്റെ ചിറകിൽ, വിമാനത്തിൻ്റെ ചിറകിൽ വരുന്ന ഭാവവ്യത്യാസങ്ങൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ, എയറിനെ, അതായത് വായുവിൻ്റെ സമ്മർദ്ദം മാറ്റാൻ വേണ്ടിയിട്ട്, പല വിധത്തിലുള്ള സമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് അവർ ഈ വിങ്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ കണ്ടോ. ഇങ്ങനെയാണ് വിമാനത്തിൻ്റെ വേഗതയും അതിൻ്റെ ഉയരവും എല്ലാം ക്രമീകരിക്കുന്നത്. ഈ വിങ്സ് വെച്ചിട്ടാണ് ക്രമീകരിക്കുന്നത്. അങ്ങനെ 1 മാസത്തെ ലീവ് എന്നുള്ളത് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് 1 മാസത്തെ ലീവ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പേണ് തിരിച്ചെത്തി. ജനുവരി 31-ാം തീയതിയാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോയത്. ശരിക്കും ഞങ്ങളിപ്പം തിരിച്ചെത്തിയിരിക്കുന്നത് ഫെബ്രുവരി 28-ാം തീയതി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം വീഡിയോ എടുത്തിട്ട് അന്ന് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ എന്ന് പറയുന്ന ആലങ്കാരികമാണ്. കാരണം നമ്മൾ കൂടുതൽ എവിടെയാണോ നിൽക്കുന്നത് അതായിരിക്കുമല്ലോ നമ്മുടെ സ്വന്തം നാട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. ശരിക്കും നമ്മുടെ സ്വന്തം നാട് ഇതല്ല, നമ്മുടെ അന്നദാതാവ് അല്ലെങ്കിൽ അന്നം തരുന്ന നാടാണിത്. ഇപ്പോൾ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങിയിട്ട് നമുക്ക് ടെർമിനൽ 1ലേക്ക് പോകണ്ടേ. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു ഇതിനകത്ത് കൂട്ടുള്ള മെട്രോയാണ് കാണുന്നത്. അതുപോലെ 2 മാസത്തെ വാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നെത്തി. ജെസ്സിനെ വാതിൽ തുറക്കുവാണ്. കുഴപ്പമൊന്നുമില്ല, ജെസ്സിനിക്ക് സമാധാനമായി. അപ്പോൾ ഇതുപോലത്തെ വേറൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.